ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് തന്നെ വേണം എടുക്കാൻ, അതിനകത്താണ് ഫൈബർ കൂടുതലുള്ളത്. അത് അധികം പ്രോസസ്സൊന്നും കടന്നു പോകാത്ത ഓട്സ് ആണ്. പിന്നെ ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് മേടിച്ചപ്പോൾ എനിക്കിതാണ് കിട്ടിയത്. പക്ഷേ ഇത് ശകലം കൂടെ വ്യത്യാസമുണ്ട്. ശരിക്കും റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ തന്നെ റെസിപ്പിയിൽ ഒരു മീൻ ഫ്രൈക്കകത്ത് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ശരിക്കും റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് ഉള്ളത്. എടുത്തു വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് 1 സ്പൂണ് ഉലുവയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന ഓട്സിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്, വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പ്രാവശ്യം കഴുകി എടുത്തിട്ട് അത് പിന്നെ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓട്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പം ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമല്ല, സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്യും. ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷനെയൊക്കെ ആഗിരണം ചെയ്യുന്നതിനെ തടയുന്ന ഒന്നാണ്. അപ്പോൾ അത് റിലീസ് ചെയ്താൽ പിന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും. ചിലർക്കൊക്കെ ആണെങ്കിലും ഓട്സ് കഴിക്കുമ്പോൾ ഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ സോക്ക് ചെയ്യുക. അതുപോലെ ഓവർനൈറ്റ് സോക്കിങ് ചെയ്ത് വെക്കാം, 12 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മൾ ഓട്സിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ശകലം ഇഞ്ചി, പിന്നെ കറിവേപ്പില, 1 പച്ചമുളക് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുത്തി വെച്ചേക്കുന്ന ഓട്സ് കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഓട്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ആ ഓട്സിൻ്റെ ബാറ്റർ ആണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ദോശ തവ ചൂടായി വരുമ്പോൾ എണ്ണയും തടവിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ ബാറ്റർ ഒഴിച്ച് ഒന്ന് പരത്തി നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. സോക്ക് ചെയ്ത ഓട്സ് ആകുമ്പോൾ നല്ല ഫൈബർ റിച്ചും അതുപോലെ നമുക്ക് സ്റ്റൊമക്ക് നല്ലൊരു ഫുൾനെസ് കൂടെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ള കാർബിയൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓട്സിൻ്റെ ബാറ്റർ ഒഴിച്ച് പരത്തുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മൾ തിരിച്ചിടുന്നതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിയായിട്ട് വന്ന ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഓട്സ് കൊണ്ടുള്ള ദോശ, അല്ലെ ഓട്സ് കൊണ്ടുള്ള എന്ത് റെസിപ്പി ആണെങ്കിലും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.